പിടിവാശിയും ഉത്തരവാദിത്തമില്ലായ്മ, അതാണ് അതിന് ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത്. ഇത് പണ്ടേ സംഭവിക്കേണ്ട ഒരു സംഭവം. അതുകൊണ്ട് ഒരു ജീവനിൽ പൊഴിഞ്ഞു പോയി എന്ന് പറയാൻ പറ്റും. കാരണം ആ ഒരു ബിൽഡിംഗ്, മെഡിക്കൽ കോളേജിന്റെ ബിൽഡിംഗ് തന്നെ എങ്ങനെയാണ് എന്താണെന്നൊന്നും നമുക്കറിയില്ല. കാരണം മെഡിക്കൽ കോളേജിൽ ഒരു തവണയെങ്കിലും പോയ ഒരു വ്യക്തി പിന്നീട് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും വിറ്റ് പോകാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ കൂടി, അത്രയും മാക്സിമം ഒന്നും ഇല്ലാത്തവരാണ് ആ മെഡിക്കൽ കോളേജിൽ പോയിട്ട് അത്രയും അതായിട്ട് ആ വരാന്തയിൽ പോലും കിടക്കാതെ. കാരണം അത്രയും ഗുരുതരമായ രോഗികളെ പോലും വരാന്തയിൽ കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് നമുക്ക്. കാരണം അത്രയും എടിങ്ങേറായിട്ട് അല്ല പോകുന്ന എന്തെങ്കിലും വിറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും മുഖേന കാശുണ്ടാക്കാവുന്ന ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ആശ്രയിക്കുള്ളൂ. കാരണം എന്താ, ഈ മെഡിക്കൽ കോളേജിലേക്ക് ഹോസ്പിറ്റലിൽ പോയാലുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഇതാണ്. ഓക്സിജൻ ട്യൂബിട്ട് ജീവശ്വാസം വലിച്ചു കിടക്കുന്ന രോഗിയാണ് 28ാം വാർഡിലേക്ക് കയറുമ്പോഴത്തെ സങ്കട കാഴ്ച. ബ്ലഡ് കയറ്റുമ്പോൾ കിടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് എഴുന്നേറ്റ് ചാരിയിരിക്കുന്ന രോഗി. തൊട്ടടുത്ത് വരാന്തയിൽ കിടക്കുന്ന മനസ്സിലാവും. സത്യം, ഒരു തവണയെങ്കിലും മെഡിക്കൽ കോളേജുകളിൽ പോയവർക്ക് അറിയാൻ പറ്റും. പിന്നെ ഈ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ദാരുണ അധ്യായിരിക്കും നമുക്ക്, അല്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർമാരെ പിടിപ്പേടുന്നവർ. കാരണം എന്തോ വെറുതെ നമുക്ക് ദാനം ചെയ്യുന്ന പോലെയാണ് അവിടെ ഹോസ്പിറ്റലിലേക്ക് കയറി ചെല്ലുമ്പോൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെല്ലുന്ന ടൈമിൽ കണ്ടമാന രോഗികൾ വരുന്നുണ്ട്. കാരണം അവരൊക്കെ ആശ്രയിക്കുന്നത്, അവരിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണ് ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജുകൾ ആശ്രയിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർമാർ എന്തോ ആണ്, നമ്മൾ ഫ്രീ ആയിട്ട് മറ്റേ ഇതിനു വേണ്ടി ചെല്ലുന്നതാണ്. ആ ഭിക്ഷ യാചിച്ച് ചെല്ലുന്നവരിൽ കൂടുതലും താഴ്ത്താണ് നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് കയറി ചെല്ലുമ്പോൾ. അത് എന്തിനു വേണ്ടി എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നു, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ കിടന്ന് അല്ലെങ്കിൽ പൊക്കോ എന്നുള്ളൊരു മെന്റാലിറ്റി നമ്മൾക്ക് നമ്മുടേതായ ഒരു എന്താ പറയാ, നമുക്കൊരു രോഗം ഉണ്ടെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ കയറി ചെന്നാൽ നമ്മളോട് ഇന്നത് ചെയ്യുന്നൊക്കെ പറയും. പിന്നെ ചെയ്ത് കഴിഞ്ഞാലും അവിടെ കാശൊക്കെ കൊടുക്കേണ്ടി വരും. മെഡിക്കൽ കോളേജിൽ ഒരു തവണ പോയവരാണെങ്കിൽ ഒരു 10 പ്രാവശ്യം ആലോചിച്ചിട്ടാണ് വീണ്ടും പോകുള്ളൂ. പിന്നെ ഈ ഒരു അവസ്ഥയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും. പിന്നെ അവിടുത്തെ ഡോക്ടർമാരുടെ വലിയ എമ്പത് പറയാനാണെങ്കിൽ കൈക്ക് കാല്, കാലിന് മൂക്ക്, മൂക്കിന് ചെവി എന്നൊക്കെ പറഞ്ഞിട്ട് മാറി മറിച്ചൊക്കെയാണ് പോകുന്നത്. അതായത് കൈക്ക് സുഖമില്ലാണ്ട് പോയി കഴിഞ്ഞാൽ കാല് ഓപ്പറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ മൂക്കിന് സുഖമില്ലാന്നുണ്ടെങ്കിൽ നാക്കെടുത്ത് കളയും. ഇത് പല സംഭവങ്ങളും നടന്നതാണ്. മെഡിക്കൽ കോളേജിൽ പല സംഭവങ്ങളും നടന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നത്. എന്നാൽ അത് സമ്മതിക്കില്ല. ആ പിഴവ് നികത്തി അടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ മെഡിക്കൽ ഫീൽഡിൽ ഇന്ത്യ അല്ലെങ്കിൽ കേരളം എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള നമ്പർ 1 എന്നാണ് പറയുന്നത്. അതുണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ്. കാശുണ്ടോ, പണമുണ്ടോ എങ്കിൽ നീ പറഞ്ഞ നമ്പർ 1ൽ നമുക്കും പോകാൻ പറ്റും. ഈ ആൾക്കാർ കാശില്ലാത്തും ഒന്നും വിൽക്കാനോ അവരുടെ ബാധ്യതയാണ്, സാമ്പത്തികമായിട്ട് ഒന്നുമില്ല, ഒന്നും വിൽക്കാനും ഇല്ല, മേടിക്കാനും ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ മെഡിക്കൽ കോളേജുകൾ ആശ്രയിക്കുന്നത്. അവിടെ ചെയ്യുന്നത് കഴിഞ്ഞാൽ അവിടെയും ഫണ്ട് അടക്കേണ്ടി വരും, കാശ് അടക്കേണ്ടി വരും. സമയത്ത് ചിലപ്പോൾ ട്രീറ്റ്മെന്റ് കിട്ടിയില്ല എന്ന് വരും. ഇതുപോലെ തന്നെ ഒരു രക്തസാക്ഷിയായിട്ട് അവിടെ എവിടെയെങ്കിലും എടുക്കേണ്ടി വരും. ഇതൊക്കെയാണ് സംഭവങ്ങൾ. കാരണം ഇതൊരു പാഠമാണ്, അല്ലെങ്കിൽ ഇത് നമ്മൾക്ക് കാണിച്ചു തന്നാണ്. ഇത്രയും നാളും മെഡിക്കൽ കോളേജിൽ നടന്നുകൊണ്ടിരുന്ന സംഭവങ്ങളിൽ ഒരു പാഠമായതായിരിക്കും ഒരു പക്ഷേ ഇത്. മാക്സിമം മെഡിക്കൽ കോളേജിലൊക്കെ ജീവനൊക്കെ ഇതുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും എന്തിലൊക്കെ ചെയ്താലും വല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലും പോകും. അതായിരിക്കും ഏറ്റവും നല്ലത്.